ജാമ്പി പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞേ. അപ്പൊ ഇത് അച്ഛമ്മയും അച്ഛനും ഇന്നലെ പുറത്തായപ്പോ മേടിച്ചെന്ന ചട്ടിങ്ങലും ഒരു എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചുതരാം. ഞങ്ങള് ഒരു അടുപ്പുണ്ട്, പിന്നെ ഇത് നമുക്കിങ്ങനെ ഒഴിച്ചുകറിയൊക്കെ വെക്കാൻ പറ്റിയത്, ചായയൊക്കെ വെക്കാം. ഇത് ചോറൊക്കെ കാലം, പിന്നെ ഒരു ദോശയൊക്കെ ചുടാൻ പറ്റിയതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപ്പേരി ഉണ്ടാക്കാം, ദോശ പോലെ ഒരു ഫ്രൈ പാന് പോലത്തെ. പിന്നെ കണ്ട അത് ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഇരിക്കൂ, ഇരിക്കണില്ലല്ലോ, ഇങ്ങനെ ഇരിക്കും. ഇത് വെക്കാൻ പറ്റുന്നില്ല, ചെറുതായി അറിയില്ല, വെച്ച് നോക്കി കച്ചമ്മ അതൊക്കെ നോക്കിയിട്ടാവില്ല എടുത്തിട്ടുണ്ടാവുക. അച്ഛോ, അപ്പൊ അതെവിടെ വെക്കുക? വേണ്ട, പൊട്ടും. അപ്പം നമുക്ക് ഇന്നലെ രാത്രി അമ്മ എണ്ണയൊക്കെ പരട്ടി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മയക്കിയെടുക്കണം. ഇത് പാചകം ചെയ്യണേറ്റ് മുന്നേ ചട്ടിയും കലമൊക്കെ നമ്മൾ മയക്കിയെടുക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ആ ശരി. എനിക്കും ഇഷ്ടമായി, പക്ഷെ അത് അതിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടമായിപ്പോയി. എന്തെങ്കിലും വട്ടാന്നല്ല, വട്ട് റൗണ്ടാണോ? ഉമ്മിട്ട് കൊടുക്കണേ. തലേദിവസം നന്നായിട്ട് എണ്ണയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മിയിട്ടിട്ടാണ് ഞങ്ങൾ കലം മയക്കിയെടുക്കണത്. ഉമ്മിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് നന്നായിട്ട് കത്തും. അപ്പോൾ ഒരുപാട് നേരം അത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കലം നന്നായിട്ട് മയങ്ങും, നല്ല ഉറപ്പ് കിട്ടുന്നതാണ് അമ്മ പറയാറ്. പിന്നെ അമ്മ കഞ്ഞിവെള്ളം വെച്ചിട്ട് മയക്കിയെടുക്കാറുണ്ട് ഉമ്മി കിട്ടാതെ വരുമ്പോൾ. ഇപ്രാവശ്യം അങ്ങനെ ഉമ്മി അച്ഛനോട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നു. എല്ലായിടത്തും ഇത് കിട്ടണമെന്നില്ല, ഇല്ലാത്തവർക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് മയക്കിയെടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി. പിന്നെ മക്കൾക്ക് ഇതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം കാത്തിരുന്നത്. മേടിച്ചിട്ട് കുറേ ദിവസമായി. എന്നിട്ട് എന്താ പറയുക, അവർ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഇളക്കണത്. നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണതൊന്നുമല്ല, അവർക്ക് ഇഷ്ടം കൊണ്ടാണ്. ഞങ്ങളെല്ലാവരും അടുത്ത് നിന്നിട്ട് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട്. കുട്ടി എന്താ ചെയ്യണേ? ഇതാ പൊന്നും ലച്ചും കൂടിയിട്ട് ഇതാ നന്നായിട്ട് കലം മയക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്താ ചൂടെടുക്കണ്ട?
നമുക്ക് കൺമഷി ഉണ്ടാക്കാം. കെട്ടല്ലോ കേട്ടാ. ആ മോട്ടർ നിറഞ്ഞു. ഇത് കത്തിക്കരിഞ്ഞതാണ് ഉമ്മിക്കരിന്ന്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ നന്നായിട്ട് കത്തി തുടങ്ങി. ഉമ്മി കത്തിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. യെസ്, ഇതിന്ന് ഇത് ഉണങ്ങി ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് കുറച്ചാണ്ട് എടുക്കുക. ഇത് പല്ലിട്ട് നന്നായിട്ടാണ് തേക്കുക. ഇവിടെ ഇളക്കാൻ വേണ്ടി തല്ലായി. നമ്മുടെ ഉമ്മി കരിഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അങ്ങനെ അമ്മ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ഒരു കലം നന്നായിട്ട് മയക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉമ്മി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് കലം അതുപോലെ കമത്തി വെച്ചു. ഇനി ചൂടാറിക്കഴിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ പാചകം ചെയ്ത് തുടങ്ങാം. ഇനി അടുത്ത കലം മയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് കലം മയക്കിയെടുക്കാറ്. ഓരോ നാട്ടിൽ ഓരോ തരത്തിലാവുമല്ലോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് താഴെ പറയാൻ മറക്കരുത് കേട്ടോ. ഞാൻ വിചാരിച്ച് പൊന്നു അതോടുകൂടി നിർത്തുന്നു, പക്ഷെ ഇല്ല. രണ്ടാമത്തെ ചട്ടി വെച്ചപ്പോഴും അവളെ ഇളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ആ ചട്ടി നന്നായിട്ട് മയക്കിയെടുത്ത് ഉമ്മിയൊക്കെ ഇതാ നന്നായിട്ട് കത്തിക്കരിഞ്ഞു. അപ്പം ഞാൻ അടുപ്പത്തൊന്ന് മാറ്റി ഇനി ഉമ്മി ഇവിടെ കൊട്ടാൻ പോവാണ്. എന്നിട്ട് ഈ ഉമ്മിക്കരി ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൽ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് പല്ലൊക്കെ തേക്കാം. ചൂടാറിയുണ്ട്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഉപ്പും കുരുമുളകും കൂടി ഇച്ചിരി ഇട്ടിട്ട് ഇതുകൊണ്ട് നമ്മൾ പല്ലിക്കുക. പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഇതുകൊണ്ടൊക്കെയാണ് പല്ലിച്ചിരുന്നത്. അപ്പോൾ പല്ലിച്ചേ ഇപ്പൊ മറ്റേ ബാഹുബലിയിലത്തെ ആളുടെ പോലെ ഉണ്ട്.